ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 71 ഭാഗം, ചതുർത്ഥ സ്കന്ധം, അധ്യായം 4 നാം ഇന്ന് വിവരിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം സതീദേവിയും ശിവഭഗവാനും തമ്മിലുള്ള സംവാദമായിരുന്നു വിവരിച്ചത്. ഇന്ന് നമുക്ക് സതീദേവിയുടെ ദേഹത്യാഗം വിവരിക്കാം. 2 വിധത്തിലായാലും സതീദേവി ശരീരം ഉപേക്ഷിക്കുമെന്ന് പരമശിവന് ബോധ്യമായി. യാഗത്തിന് പോകാൻ അനുവദിച്ചാൽ ദക്ഷൻ അപമാനിക്കുന്നത് കൊണ്ടും അനുവദിച്ചില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം കൊണ്ടും സതീദേവി ശരീരം ഉപേക്ഷിക്കും എന്ന് മനസ്സിലാക്കിയ ശിവഭഗവാൻ ഇത്രയും പറഞ്ഞ് നിർത്തി. ശിവഭഗവാൻ ദേവിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ഭാഗങ്ങളിൽ. സതീദേവി ബന്ധുക്കളെ കാണുവാനുള്ള ആ തീവ്രമായ ആഗ്രഹത്താൽ പുറത്തേക്കിറങ്ങും. ഞാൻ പോകുന്നത് പരമശിവന് അഹിതമാവുമല്ലോ എന്ന് ചിന്ത വരുമ്പോൾ അകത്തേക്ക് വരും. അങ്ങനെ അധികം പ്രാവശ്യം സതീദേവി പുറത്തേക്ക് പോവുകയും വീണ്ടും അകത്തേക്ക് വരികയും ചെയ്തു. സതീദേവിയുടെ മനസ്സിൽ ഒരു തീവ്ര സംഘട്ടനം തന്നെ നടന്നു. അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം ഒരു ഭാഗത്തും, തൻ്റെ ഭർത്താവായ പരമശിവനോടുള്ള ഭക്തി മറ്റൊരു ഭാഗത്തും. സ്നേഹം ഭക്തിയെ കീഴടക്കുമ്പോൾ സതി പുറത്തേക്കിറങ്ങും. ഭക്തി സ്നേഹത്തെ ജയിക്കുമ്പോൾ അകത്തേക്ക് വരും. ഇങ്ങനെ അധികം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ സ്വജന സ്നേഹം ഭക്തിയെ കീഴടക്കി. അച്ഛനെയും അമ്മയെയും കാണുവാനുള്ള സന്ദർഭം നഷ്ടപ്പെടുന്നുവല്ലോ എന്ന ദുഃഖത്താൽ സതി ദീനദീനം കരഞ്ഞു. താൻ പറഞ്ഞത് അനുസരിക്കാഞ്ഞതിനാൽ ശിവഭഗവാനെ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ കോപത്തോടെ ഒന്ന് നോക്കി. സ്നേഹ ആധിക്യത്താൽ സ്വന്തം ശരീരത്തിൽ പകുതി പകുത്തു തന്ന കരുണാനിധിയായ ഭഗവാനെ ഉപേക്ഷിച്ച് ദുഃഖത്താലും കോപത്താലും നീറുന്ന ഹൃദയത്തോടെ സ്ത്രീ സ്വഭാവത്താൽ വിവേകം നഷ്ടപ്പെട്ട സതീദേവി തൻ്റെ അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് അതിവേഗത്തിൽ യാത്രയായി. കോപിച്ച് ഒറ്റയ്ക്ക് പുറപ്പെട്ട സതീദേവിയെ ശിവപാർഷദന്മാരും അനുഗമിച്ചു. തത്ത, പന്ത്, വാൽക്കണ്ണാടി, താമരപ്പൂവ്, പൂമാലകൾ എന്നിവയാൽ അലങ്കരിച്ച് വെൺകറ്റക്കുട പിടിച്ച് വെഞ്ചാമരം വീശി ശംഖ്, വേണു എന്നിവ മുഴക്കിക്കൊണ്ട് ദേവിയെ കാളപ്പുറത്തേറ്റി പാർഷദന്മാർ കൈലാസത്തിൽ നിന്നും യാത്രയായി. അധികം താമസിയാതെ ദേവി സമേതരായ രുദ്ര പാർഷദന്മാർ ദക്ഷന്റെ യാഗശാലയുടെ മുൻപിലെത്തിച്ചേർന്നു. സതീദേവി കാളപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി യാഗശാലയിലേക്ക് പ്രവേശിച്ചു. ബ്രാഹ്മണരുടെ വേദഘോഷം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ട്. ദേവർഷിമാരും ബ്രഹ്മർഷിമാരും ചേർന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാ ദേവന്മാരും ഉണ്ട്. മൺപാത്രങ്ങൾ, മരം കൊണ്ടും സ്വർണം കൊണ്ടുമുള്ള പാത്രങ്ങൾ, ഇവയോടും മറ്റ് യാഗ ഉപകരണങ്ങളോടും കൂടിയതായിരുന്നു യാഗശാല. സതീദേവിയെ ആദ്യം കാണുന്നത് ദക്ഷനാണ്. അത്യന്തം വെറുപ്പോടെ, കണ്ട ഭാവം പോലും നടിക്കാതെ ദക്ഷൻ തല താഴ്ത്തിയിരുന്നു. ദക്ഷനെ ഭയപ്പെട്ടിരുന്നതിനാൽ സതീദേവിയെ ആരും ആദരിച്ചിരുന്നില്ല. അമ്മയും സോദരിമാരും നിറഞ്ഞ സ്നേഹം കൊണ്ട് ഹൃദയത്തോടെ, വാത്സല്യത്താൽ ഒഴുകുന്ന കണ്ണീരോടെ വേഗം വന്ന് ആലിംഗനം ചെയ്തു സ്വീകരിച്ചു. സഹോദരിമാർ വർത്തമാനങ്ങൾ ചോദിച്ചു. അമ്മയും വലിയമ്മമാരും സൽക്കരിച്ചു. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും സതീദേവി മറുപടി പറഞ്ഞില്ല. അവരുടെ സൽക്കാരം സ്വീകരിച്ചില്ല. അവർ കൊടുത്ത പുൽപ്പായയിൽ ഇരിക്കുക പോലും ചെയ്തില്ല. അച്ഛൻ തന്നെ അവഗണിച്ചതിൽ അതീവ ദുഃഖിതയായിരുന്നു സതി.
പരമശിവൻ ഹവിർഭാഗം നിഷേധിച്ച യാഗത്തെയും ശിവനോടുള്ള അവഹേളനത്തെയും കണ്ട സതീദേവി ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്ന വിധത്തിൽ കോപം കൊണ്ട് ജ്വലിച്ചു. സതിയുടെ കോപം കണ്ട ഭൂതഗണങ്ങൾ ദക്ഷനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടു. ഒറ്റ നോട്ടം കൊണ്ട് അവരെ തടുത്ത് സതി അച്ഛനോട് പറഞ്ഞു, ഈ ലോകത്തിൽ പരമശിവനേക്കാൾ ശ്രേഷ്ഠനായോ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായോ ആരുമില്ല. എല്ലാവരുടെയും ആത്മാവായ ആരിലും വൈരമില്ലാത്തവനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശിവനെ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇത്രയും ദ്വേഷിക്കുവാൻ തോന്നുക? ലോകത്തിൽ 4 തരം ജനങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ഗുണങ്ങളെ മാത്രം കാണുന്നവർ, ഗുണങ്ങളെയും ദോഷങ്ങളെയും ഉള്ളതുപോലെ കാണുന്നവർ, മറ്റുള്ളവരുടെ ഗുണങ്ങളെ പോലും ദോഷങ്ങളായി കാണുന്നവർ, അന്യരുടെ നിസ്സാര ഗുണങ്ങളെ പോലും വലുതായി കാണുന്ന മഹത്തുക്കളായ ശിവനെ പോലെയുള്ളവർ. ഇവരാണ് 4 തരക്കാർ. അപ്രകാരമുള്ള മഹത്തുക്കളെ പോലും ദ്വേഷിക്കുകയും അവരുടെ നന്മകളെ പോലും തിന്മകളായി കാണുകയും ചെയ്യുന്ന അല്പന്മാരാണ് അങ്ങയെപ്പോലെയുള്ള ദുർജനങ്ങൾ. മഹാത്മാക്കളെ ആശ്രയിച്ചവർക്കല്ലേ ശ്രീ പരമശിവന്റെ മഹിമയെ അറിയാൻ കഴിയൂ? ശരീര അഭിമാനം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരും സജ്ജനങ്ങളാൽ കൈയൊഴിയപ്പെട്ടവരുമായ അങ്ങയെപ്പോലെയുള്ള ദുർജനങ്ങൾക്ക് പരമശിവന്റെ ഗുണങ്ങൾ പോലും ദോഷങ്ങളായി തോന്നുന്നതിൽ യാതൊരു ആശ്ചര്യവുമില്ല. ശിവ എന്ന 2 അക്ഷരത്തിന്റെ മഹിമ അങ്ങയ്ക്കറിയുമോ? ഒരു പ്രാവശ്യം ആ നാമം ഉള്ളിൽ തട്ടി ജപിച്ചാൽ തന്നെ സകലവിധ പാപങ്ങളും നശിക്കും. അങ്ങനെയുള്ള നിർമ്മലമായ കീർത്തിയോടു കൂടിയവനും ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത ആജ്ഞാശക്തിയോടു കൂടിയവനുമായ ശിവഭഗവാനെ അമംഗള സ്വരൂപിയായ അങ്ങ് നിന്ദിക്കുന്നു. മോക്ഷപ്രാപ്തിയെ ഇച്ഛിക്കുന്നവർ ശ്രീ പരമേശ്വരന്റെ പാതാരബിന്ദങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഭൗതിക സമ്പത്ത് വർഷിച്ചു കൊടുക്കുന്നവനാണ് ശ്രീ പരമേശ്വരൻ. ഇങ്ങനെ നിഷ്കാമ ഭക്തരെയും സകാമ ഭക്തരെയും അനുഗ്രഹിക്കുന്ന വിശ്വബന്ധുവായ ഭഗവാനെ അച്ഛനായ അങ്ങ് ദ്വേഷിക്കുന്നുവല്ലോ. ശിവൻ അശിവനാണെന്ന് പറയുന്നു, അതായത് അമംഗള സ്വരൂപനാണെന്ന് പറയുന്നു. ചുടലയിൽ നൃത്തം ചെയ്യുന്നവനാണ്, മനുഷ്യരുടെ തലയോട് ധരിക്കുന്നവനാണ്, ചുടല ഭസ്മം പൂശുന്നവനാണ്, പിശാചുക്കളോടൊന്നിച്ച് നൃത്തം ചെയ്യുന്നവനാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങ് പ്രജാപതികളുടെ യാഗശാലയിൽ വെച്ച് പരമശിവനെ അധിക്ഷേപിച്ചുവല്ലോ. അപ്രകാരമെല്ലാമുള്ള പരമശിവന്റെ പാദരേണുക്കൾ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും ഭക്തിയോടെ ശിരസിൽ ധരിച്ചു വരുന്നു. അങ്ങയെപ്പോലെ എന്തും പറയാൻ മടിയില്ലാത്തവർ പരമശിവനെ നിന്ദിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ ആ നാവ് മുറിച്ചു കളയുകയാണ് വേണ്ടത്. അതിന് കഴിവില്ലെങ്കിൽ ശിവനെ നിന്ദിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ ചെവി പൊത്തിക്കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകണം. അതിനും കഴിവില്ലെങ്കിൽ ശിവനിന്ദയാകുന്ന മഹാപാപം കേട്ട തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കണം. അച്ഛൻ്റെ നാവ് മകൾ മുറിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ വയ്യ. ചെവി പൊത്തിക്കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് ഓടിപ്പോവുക? ഇവിടെ വന്നാലുണ്ടാകുന്ന അനുഭവം ഇതായിരിക്കുമെന്ന് ഭഗവാൻ എന്നോട് അരുൾ ചെയ്തതാണ്. എൻ്റെ അച്ഛൻ ഒരിക്കലും അത്തരക്കാരനല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കൈലാസത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ സൽക്കാരം ഗംഭീരമായില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ഭഗവാൻ എന്നോട് ചോദിക്കും. ഞാൻ എന്താണ് മറുപടി പറയുക? അതിനാൽ എനിക്കിനി കൈലാസത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിവർത്തിയില്ല. ഈ ശരീരം ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ് എനിക്കിപ്പോൾ ചെയ്യാനാവുന്നത്. ഭക്ഷിക്കാൻ കൊള്ളരുതാത്ത ആഹാരം അബദ്ധത്തിൽ കഴിച്ചുപോയാൽ അതിനെ ഛർദ്ദിച്ച് കളയുകയല്ലേ നിവർത്തിയുള്ളൂ. ഞാൻ അങ്ങയുടെ മകളായി ജനിക്കാൻ പാടില്ലായിരുന്നു. അങ്ങ് ശിവദ്വേഷിയായി തീരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിനാൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കുക മാത്രമാണ് എനിക്ക് ഒരേയൊരു പോംവഴി.
അങ്ങയോട് 2 വാക്ക് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുകയാണ്. അങ്ങ് നന്നാവുമെന്ന പ്രതീക്ഷയില്ല. എൻ്റെ കർത്തവ്യം എന്ന് കരുതി മാത്രം ഞാൻ പറയുന്നു. ആത്മാരാമന്മാരായ മുനിമാർ ശരീര അഭിമാനം ഇല്ലാത്തവരാകയാൽ വേദത്തിലെ വിധി നിഷേധങ്ങൾക്ക് അതീതരാണവർ. ദേവന്മാരുടെയും മനുഷ്യരുടെയും എന്ന പോലെ ജ്ഞാനികളുടെയും കർമ്മികളുടെയും അനുഷ്ഠാനങ്ങൾ ഭിന്നമാണ്. തൻ്റെ ധർമ്മം ആചരിക്കുന്നവൻ, അതായത് പ്രവൃത്തിധർമ്മത്തിൽ നിൽക്കുന്നവൻ, മറ്റുള്ളവരെ, നിവർത്തിധർമ്മം അനുഷ്ഠിക്കുന്നവരെ നിന്ദിക്കുന്ന കാര്യത്തിൽ യാതൊരർത്ഥവുമില്ല. അങ്ങ് ഗൃഹസ്ഥധർമ്മം ആചരിക്കുന്നവനാണ്, ധർമാധർമ്മങ്ങൾക്ക് അതീതനാണ്. ജ്ഞാനസ്വരൂപിയായ ശിവൻ എല്ലാ ധർമാധർമ്മങ്ങൾക്കും അതീതനാണ്. ആ ഭഗവാനെ കുളി, സന്ധ്യാവന്ദനം മുതലായ അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവനെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നത് അല്പത്വം കൊണ്ടാണ്, ശരീരബോധം കൊണ്ട് മാത്രമാണ്. ലോകത്തിൽ പ്രവൃത്തിധർമ്മം ഗൃഹസ്ഥർക്കും നിവർത്തിധർമ്മം സന്യാസിമാർക്കുമാണ് വിധിച്ചിരിക്കുന്നത്. ഗൃഹസ്ഥധർമ്മം മനഃശുദ്ധിക്കും സന്യാസധർമ്മം ജ്ഞാനപ്രാപ്തിക്കും വേണ്ടിയാണ്. പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും ഒരാൾക്കൊരേ സമയത്ത് അനുഷ്ഠിക്കാൻ പറ്റില്ല. ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഈ 2 വിധ ധർമ്മങ്ങളും പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ ആചരിക്കേണ്ടവയല്ല. ഭഗവാൻ പ്രവർത്തിക്കും നിവർത്തിക്കും അതീതനാണ്. അതൊന്നും മനസ്സിലാക്കാതെയാണ് അങ്ങ് ശിവൻ അധർമ്മം ചെയ്തവനാണെന്നും ധർമ്മം ആചരിക്കാത്തവനാണ് എന്നുമൊക്കെ അങ്ങ് പറഞ്ഞത്. അല്ലയോ അച്ഛാ, ഞങ്ങളുടെ പദവി വെറും കർമ്മമാർഗത്തെ അവലംബിക്കുന്ന അങ്ങയ്ക്ക് പ്രാപിക്കാൻ കഴിയുന്നതല്ല. ലക്ഷണങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്തതും അവധൂതന്മാർ സേവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഞങ്ങളുടെ സ്ഥാനം. അങ്ങ് യാഗങ്ങളെ കൊണ്ട് ആരാധിക്കുന്ന ദേവന്മാർ പോലും വാഴ്ത്തി സ്തുതിക്കുന്നതാണ് ഞങ്ങളെ. ശിവനെ നിന്ദിക്കുന്നവനായ അങ്ങയിൽ നിന്നുണ്ടായ ഈ ശരീരത്തിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ശിവദ്വേഷിയായ അങ്ങയുടെ പുത്രിയായി ജനിക്കേണ്ടി വന്നതിൽ ഞാൻ ലജ്ജ കൊണ്ട് ചൂളിപ്പോകുന്നു. ഞാൻ മടങ്ങി കൈലാസത്തിൽ ചെന്ന് മാപ്പ് ചോദിച്ചാൽ നിശ്ചയമായും മഹാശിവൻ എൻ്റെ അപരാധം പൊറുക്കും. അവിടുന്ന് അത്രയ്ക്കും ദയാധാനിയാണ്. എങ്കിലും ഞാൻ മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഭഗവാൻ പരമശിവൻ അധികവും എന്നെ സതീ എന്നാണ് വിളിക്കാറ്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ ദാക്ഷായണി എന്നും വിളിക്കാറുണ്ട്. അങ്ങയുടെ ഗോത്രത്തെ സൂചിപ്പിക്കുന്ന ആ പേര് കേൾക്കുന്ന നിമിഷത്തിൽ എൻ്റെ പുഞ്ചിരി മങ്ങി മറഞ്ഞു പോകും. ആ നിമിഷത്തിൽ തന്നെ ശരീരം ഉപേക്ഷിക്കാനും തോന്നും. ഇനി ആരും എന്നെ ദാക്ഷായണി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിനാൽ ഞാൻ ഇപ്പോൾ തന്നെ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് കാലും കൈയും മുഖവും കഴുകി ആചമനം ചെയ്ത് സതീദേവി ആ യാഗശാലയിൽ വടക്കോട്ടു നോക്കി സിദ്ധാസനത്തിൽ നീണ്ടു നിവർന്നിരുന്നു. ഉടുത്തിരുന്ന മഞ്ഞപ്പട്ടിൻ്റെ അറ്റം കൊണ്ട് തല മൂടിപ്പുതച്ചു. 2 കണ്ണുകളും അടച്ചു. യോഗമാർഗത്തെ അവലംബിച്ചു. പ്രാണനെയും അപാനനെയും പ്രാണായാമം കൊണ്ട് സമമാക്കി തീർത്ത് മണിപൂരക ചക്രത്തിൽ നിന്ന്, അതായത് നാഭിയിൽ നിന്ന് ഉദാനവായുവിനെ സാവധാനം മേലോട്ടുയർത്തി ഹൃദയത്തിലെ അനാഹത ചക്രത്തിൽ ഉറപ്പിച്ചു. അവിടെ നിന്ന് കണ്ഠത്തിലെ വിശുദ്ധി ചക്രത്തിലൂടെ ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്രത്തിലെത്തിച്ചു. മഹത്തുക്കളിലും മഹാനായ ശ്രീ പരമേശ്വരൻ്റെ ലാളനയ്ക്ക് ഭൂതമായിരുന്ന ആ ശരീരത്തെ ദക്ഷനോടുള്ള കോപത്താൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സതീദേവി ശരീരത്തിൽ വായുവിനെയും അഗ്നിയെയും ധരിച്ചു. അനിലാഗ്നി ധാരണയെ അവലംബിച്ച് എന്ന് സാരം. ജഗദ്ഗുരുവും
തൻ്റെ നാഥനും ലോകൈകനാഥനുമായ ശ്രീ പരമേശ്വരൻ്റെ പദാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ഭക്തിയോടെ ധ്യാനിച്ചു. മറ്റു ചിന്തകളെല്ലാം അകറ്റി. അതോടെ പാപം നിശേഷം നശിച്ച ശരീരത്തിൽ സമാധിയിൽ നിന്നുണ്ടായ ആ യോഗാഗ്നി ആളിക്കത്താൻ തുടങ്ങി. സതീദേവിയുടെ ശരീരം യോഗാഗ്നിയിൽ ദഹിക്കുന്നത് കണ്ട് ദേവന്മാരും ഋഷികളും ബ്രാഹ്മണരും ഹാ കഷ്ടം കഷ്ടം എന്ന് ദുഃഖത്തോടെ പറഞ്ഞു. മഹേശ്വരൻ്റെ പത്നിയായ സതീദേവിയെ ദക്ഷൻ കോപിപ്പിച്ചതിനാൽ ശരീരത്തെ ഉപേക്ഷിച്ചുവല്ലോ, കഷ്ടമായി പോയി. ലോകത്തിലെ സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തതുമായ സകല ജീവജാലങ്ങളും ദക്ഷ പ്രജാപതിയുടെ സന്തതികളല്ലേ? അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയ കാഠിന്യം നോക്കൂ. സ്വന്തം പുത്രിയായ സതി ദക്ഷൻ അപമാനിച്ചതിനാലാണല്ലോ ശരീരത്യാഗം ചെയ്തത്. ധീരയായ സതി ബഹുമാനത്തെ അർഹിക്കുന്നവൾ തന്നെ. തീരെ ക്ഷമയില്ലാത്തവനും സർവേശ്വരനുമായ ശിവനെ ദ്വേഷിക്കുന്നവനായ ഈ ദക്ഷൻ നിശ്ചയമായും വലിയ ദുഷ്കീർത്തിക്ക് പാത്രീഭൂതനായി തീരും. ശിവദ്വേഷിയായ ഇദ്ദേഹം താൻ കാരണം ശരീരം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ സതിയെ തടുത്തില്ലല്ലോ. ജനങ്ങളിങ്ങനെ പലതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കെ സതീദേവിയുടെ ദേഹത്യാഗം കണ്ട് ദുഃഖിതരായ ശിവപാർഷദന്മാർ ആയുധധാരികളായി ദക്ഷനെ കൊല്ലാൻ പാഞ്ഞെടുത്തു. അത് കണ്ട ഭൃഗു മഹർഷി യജ്ഞത്തിന് വിഘ്നം ചെയ്യുന്നവരെ നശിപ്പിക്കാനായി ദക്ഷിണാഗ്നിയിൽ ഒരു ഹോമം ചെയ്തു. തപസ്സുകൊണ്ട് ചന്ദ്രലോകത്തെ പ്രാപിച്ചവരായ ആയിരക്കണക്കിന് ദേവന്മാർ അഗ്നികുണ്ഠങ്ങളിൽ നിന്നുയർന്നു വന്നു. അവർ ഋഫുക്കൾ എന്ന ദേവന്മാരാണ്. അമൃതപാനം കൊണ്ട് ശക്തരായ ഋഫുക്കൾ കത്തുന്ന തീക്കൊള്ളികൾ കൊണ്ട് ശിവഭൂതഗണങ്ങളെ തോൽപ്പിച്ചോടിച്ചു. ഭൂതഗണങ്ങൾ ഭയപ്പെട്ട് നാലാ ദിക്കുകളിലായി ഓടിപ്പോയി. ഇതാണ് ചതുർത്ഥ സ്കന്ധം 4-ാം അധ്യായം. അടുത്ത അധ്യായം 5 അത് ദക്ഷയജ്ഞ വിധ്വംസനം. ദക്ഷൻ്റെ യജ്ഞത്തിനുണ്ടാകുന്ന തടസ്സം, അതാണ് അടുത്തത്. സതീദേവി ശരീരത്യാഗം ചെയ്തതറിഞ്ഞ് ഭൂതഗണങ്ങൾ ഭഗവാനോട് പറയുന്നു. ഭഗവാൻ അതിരൗദ്രനായി മാറുന്നു. അപ്പോൾ ദക്ഷയാഗത്തിൽ ഇനിയും സംഭവിക്കാനിരിക്കുന്ന ആ മഹാവിപത്തുകളെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് വിവരിക്കാം. സതീദേവിയുടെ ദേഹത്യാഗം, അപമാനിതയായ സ്ത്രീത്വത്തിൻ്റെ, അവഗണിക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ, എങ്ങും അഭിമാനത്തോട് ഇനിയും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ആ സ്ത്രീത്വത്തിൻ്റെ അവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത സ്ത്രീകൾ മഹാഭാഗ്യശാലികൾ തന്നെ. സ്വന്തം ഗൃഹത്തിൽ നിന്നോ ഭർതൃഗൃഹത്തിൽ നിന്നോ തിരസ്കരിക്കപ്പെടുന്നവളായ ഓരോ സ്ത്രീയും അപമാനഭാരം കൊണ്ട് സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. സതീദേവിക്ക് ആ യോഗനിദ്രയും മഹാശിവനായ പ്രപഞ്ചനാഥനായ ആ യോഗേശ്വരനായ ഭഗവാന്റെ കാമസ്വരൂപിണിയായ ദേവി, സന്തത സഹചാരിയായ ദേവിക്ക് ഭഗവാനിൽ നിന്ന് ലഭിച്ച ആ യോഗസിദ്ധികളും ഉപയോഗിച്ച് സ്വന്തം ശരീരത്തെ യോഗ അഗ്നിയിൽ ലയിപ്പിച്ച് ഭസ്മമാക്കി ശരീരത്തെ മാറ്റുകയാണ് ദേവി ചെയ്തത്. ഉചിതമായ കർമ്മം തന്നെയാണ് ദേവി ചെയ്തത്. അപമാനിതയായി തിരിച്ചു ചെല്ലുവാൻ ദേവിയിലെ സ്ത്രീത്വം ഒരിക്കലും ദേവി അനുവദിക്കുന്നില്ല. ഏറ്റവും അഭിമാനമുള്ള ആ സ്ത്രീത്വം തന്നെയാണ് ദേവിയുടെ കർമ്മത്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ദേവിയാണ് നമ്മുടെ ശരീരം. നമ്മിലും ഈ ഭൂമിയിൽ ശരീരമെടുത്തിരിക്കുന്ന ഓരോ ജീവനിലും ഈ അഭിമാനബോധം എപ്പോഴും ഉണ്ടാകണം.
ആ അഭിമാന ബോധത്തോടുകൂടി നമുക്ക് ദേവിയെയും ഭഗവാനെയും ശരണാഗതി പ്രാപിക്കാം. സർവകർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ലയിപ്പിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.